മുഖ്യമന്ത്രി പിണറായി വിജയനും ആഭ്യന്തര വകുപ്പിനും കുരുക്കുകൾ ഒഴിയുന്നേയില്ല. മുഖ്യമന്ത്രിയുടെ പോലീസിനെ വിമർശിച്ചുകൊണ്ട് CPM നേതാക്കൾ തന്നെ രംഗത്തു വരുന്നു. ഇതിനിടയിൽ കണ്ണൂരിൽ MLA വക മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പിന് ചോദ്യങ്ങൾ. ഇതിനിടയിൽ BJP കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് കേരള പോലീസിലെ ഒരു ഉദ്യോഗസ്ഥനെതിരെ പരാതി നൽകിയിരിക്കുന്നു. അങ്ങനെ ചോദ്യങ്ങളുടെ പെരുമഴയാണ് സംസ്ഥാന സർക്കാരിനും ആഭ്യന്തര വകുപ്പിനും മുഖ്യമന്ത്രിക്കും. പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിന് ചോദ്യങ്ങൾ അവസാനിക്കുന്നേയില്ല. പോലീസുകാരനെതിരെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുകയാണ് BJP. തേക്കൻകാട് മൈതാനിയിലെ പ്രതിഷേധം യൂത്ത് കോൺഗ്രസിന് ഒത്താശ നൽകി പോലീസുകാരനെന്ന് ആരോപിച്ചുകൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുകയാണ് ഒരു വശത്ത് BJP. ഇതിനിടയിൽ നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട് CPMകാർക്കെതിരെയുള്ള കേസുകളുടെ 10 ഇരട്ടി UDFകാർക്കെതിരെയെന്നും ഗൺമാനെ തൊട്ടിട്ടില്ല എന്നുള്ള വാർത്തകളും CPMന് തിരിഞ്ഞുകൊത്തുകയാണ്. പോലീസുകാരനെതിരെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുകയാണ് BJP. തൃശൂർ തേക്കൻകാട് മൈതാനിയിൽ പ്രധാനമന്ത്രി പ്രസംഗിച്ച വേദിയിൽ ചാണകവെള്ളം തളിക്കാനായി യൂത്ത് കോൺഗ്രസിന് സൗകര്യമൊരുക്കാൻ ശ്രമിച്ച ഉദ്യോഗസ്ഥനെതിരെയാണ് പരാതി. ഈസ്റ്റ് CI അലവിക്കെതിരെ BJP ജില്ലാ അധ്യക്ഷനാണ് പരാതി നൽകിയത്. കൂടാതെ പ്രധാനമന്ത്രിയുടെ മഹിളാ സമ്മേളനം നടക്കുന്ന പരിപാടിയിലേക്ക് സ്ത്രീകളെ പ്രവേശിപ്പിക്കാതിരിക്കാൻ CI അലവി ശ്രമിച്ചതായും ആരോപണമുണ്ട്. സംഭവത്തിൽ കൂടുതൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് BJP ജില്ലാ നേതൃത്വം വ്യക്തമാക്കി. തേക്കൻകാട് മൈതാനിയിൽ പ്രധാനമന്ത്രി പ്രസംഗിച്ച വേദിക്ക് സമീപം പ്രതിഷേധവുമായി എത്തിയ യൂത്ത് കോൺഗ്രസിനെതിരെ BJP പ്രവർത്തകർ പ്രതിരോധം തീർത്തിരുന്നു. ഇതിനെതിരെ CI ബലപ്രയോഗം നടത്തി BJP പ്രവർത്തകരെ തടഞ്ഞു. അതിക്രമിച്ചു കയറി പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസിന് ഒത്താശ നൽകിയ പോലീസുകാർ സംഘർഷം സൃഷ്ടിക്കാൻ അവസരം ഒരുക്കുകയായിരുന്നുവെന്നും BJP ജില്ലാ അധ്യക്ഷൻ ചൂണ്ടിക്കാട്ടി. പ്രതിഷേധത്തിനായി യൂത്ത് കോൺഗ്രസുകാരെ പറഞ്ഞയച്ച TN പ്രതാപൻ MP മറുപടി പറയേണ്ടി വരുമെന്ന് BJP ജില്ലാ അധ്യക്ഷൻ വ്യക്തമാക്കി. ഇതിനിടയിലാണ് നവകേരള യാത്രയ്ക്കിടെ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ച UDF പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തപ്പോൾ സമാന്തര പോലീസ് ചമഞ്ഞ പ്രതിഷേധക്കാരെ മർദ്ദിച്ച CPM പ്രവർത്തകർക്കെതിരെയുള്ളത് തീരെ കുറച്ചു കേസുകൾ മാത്രമെന്ന ആക്ഷേപവും ശക്തമായിരിക്കുന്നത്. കരിങ്കൊടി കാണിച്ചവർ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മിക്ക സ്ഥലത്തും CPM പ്രവർത്തകരുടെ ക്രൂരമർദ്ദനത്തിനിരയായി. പലപ്പോഴും പോലീസ് കാഴ്ചക്കാരായി. പല പരാതികളും കേസെടുത്തിട്ടുമില്ല. CPM പ്രവർത്തകർ നടത്തിയത് രക്ഷാപ്രവർത്തനമാണെന്ന് മുഖ്യമന്ത്രി ന്യായീകരിക്കുകയും ചെയ്തിരുന്നു. UDFനെതിരായ കേസുകളിൽ മിക്ക ജില്ലകളിലും പ്രധാന നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു. എന്നാൽ CPM പ്രവർത്തകർ പ്രതികളായ കേസുകളിൽ FIR രജിസ്റ്റർ ചെയ്തതല്ലാതെ കാര്യമായ അറസ്റ്റ് ഉണ്ടായില്ല എന്നാണ് ആക്ഷേപം. ആലപ്പുഴയിൽ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ എല്ലാ പ്രോട്ടോകോളും ലംഘിച്ച് ദണ്ഡുമായി മർദ്ദിച്ചെങ്കിലും ഇതുവരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല. ഗൺമാൻ മർദ്ദിക്കുന്നത് കണ്ടില്ലെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ന്യായീകരിച്ചെങ്കിലും ഒടുവിൽ കോടതി ഉത്തരവ് പ്രകാരം ഗൺമാനും മറ്റൊരു സുരക്ഷാ ഉദ്യോഗസ്ഥനുമെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി പോലീസിന് കേസെടുക്കേണ്ടി വന്നിരുന്നു. അവിടെ കൊണ്ടും തീർന്നില്ല. മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി കാണിച്ച പ്രതിഷേധക്കാർക്ക് മർദ്ദനമേറ്റതിന്റെ ഉത്തരവാദിത്വം പോലീസിനെന്നും കാര്യശേഷിയില്ലായിരുന്നുവെന്നും CPM നേതാവ് പറഞ്ഞതോടെ അതും ആഭ്യന്തര വകുപ്പിന് ചോദ്യമായി മാറുകയാണ്. മുഖ്യമന്ത്രിയുടെ നവകേരള ബസ്സിനു നേരെ കരിങ്കൊടി കാണിച്ച പ്രതിഷേധക്കാർക്ക് മർദ്ദനമേറ്റതിന്റെ ഉത്തരവാദിത്വം പോലീസിനാണെന്നാണ് CPM നേതാവ് പറയുന്നത്. സംസ്ഥാന പോലീസിന് വേണ്ടത്ര കാര്യശേഷി ഇല്ലാത്തതുകൊണ്ടാണ് പഴയങ്ങാടിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായതെന്നും CPMനോ DYFIക്കോ അല്ല അതിന്റെ ഉത്തരവാദിത്വമെന്നും CPM മാടായി ഏരിയ കമ്മിറ്റി സെക്രട്ടറി അറിയിച്ചു. ഇതിനിടെയാണ് നഴ്സുമാരുടെ മാർച്ചിൽ നടപടി. പക്ഷേ MLAക്കെതിരെ കേസില്ല. കണ്ടാലറിയാവുന്ന 100ഓളം പേർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട്. കളക്ടറേറ്റിലേക്ക് നഴ്സുമാർ നടത്തിയ മാർച്ചിൽ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. കണ്ടാലറിയാവുന്ന 100ഓളം പേർക്കെതിരെയാണ് അതിക്രമിച്ചു കയറി ഗതാഗത തടസ്സമുണ്ടാക്കി തുടങ്ങിയ വകുപ്പുകൾ ചേർത്ത് കേസെടുത്തത്. അതേസമയം കല്യാശ്ശേരി MLA M വിജിനെതിരെ കേസെടുത്തിട്ടുമില്ല. എന്നിട്ടും ഇതിനെയൊക്കെ ന്യായീകരിച്ച് രംഗത്ത് വരികയാണ് LDF കൺവീനർ EP ജയരാജൻ. പ്രസംഗിക്കുന്നതിനിടെ MLAയോട് പേര് ചോദിച്ചത് പരിഹാസ്യമായ നടപടിയെന്നാണ് പോലീസിനെതിരെ LDF കൺവീനർ പറഞ്ഞിരിക്കുന്നത്. അതായത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിന് നേരെ തന്നെ ചോദ്യങ്ങൾ ഉയർത്തുകയാണ് CPM.